ഹായ്, വെൽക്കം ടു മാർട്സ് മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. സിനിമ എന്ന ആധുനിക കലാരൂപത്തിന് മജ്ജയും മാംസവും നൽകി ഇതിഹാസ തുല്യരായി മാറിയ ലോകമെമ്പാടുമുള്ള സിനിമാ സംവിധായകരെ കുറിച്ചും അവരുടെ സൃഷ്ടികളെ കുറിച്ചും സർഗാത്മകതകളെ കുറിച്ചും അവലോകനം ചെയ്യുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മാർട്സ് മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. ലോക സിനിമയിലെ ഏറ്റവും ആഴമുള്ള സംവിധായകരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ആൻഡ്രേ ടർക്കോവ്സ്കിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുന്നത്. ആത്മീയത, ഓർമ്മ, സമയം, മനുഷ്യന്റെ അകത്തളങ്ങൾ എന്നിവയെ വളരെ കവിതാപരമായി സിനിമയിൽ അവതരിപ്പിച്ച ആളാണ് അദ്ദേഹം. ആൻഡ്രേ ടർക്കോവ്സ്കി 1932 ഏപ്രിൽ 4 അന്നത്തെ സോവിയറ്റ് യൂണിയനിലെ സോവറഷ്യ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ആർസനി ടർക്കോവ്സ്കി പ്രശസ്ത കവിയായിരുന്നു. അമ്മ മരിയ ടർക്കോവ്സ്കി ഒരു പ്രൂഫ് റീഡർ ആയിരുന്നു. സാഹിത്യവും കവിതയും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം വളർന്നത്. ടർക്കോവ്സ്കിയുടെ ബാല്യത്തിൽ തന്നെ കുടുംബജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അദ്ദേഹത്തിന്റെ പിതാവ് കുടുംബത്തിൽ നിന്ന് അകന്നു. അതുകൊണ്ട് അമ്മയോടൊപ്പമാണ് അദ്ദേഹം വളർന്നത്. ഈ ഏകാന്തതയും ബാല്യസ്മരണകളും പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ശക്തമായി പ്രതിഫലിച്ചു. കുട്ടിക്കാലത്ത് സംഗീതം, ചിത്രരചന, സാഹിത്യം എന്നിവയിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രകൃതിയോടും മഴ, കാറ്റ്, തീ, വെള്ളം പോലുള്ള ഘടകങ്ങളോടും അദ്ദേഹത്തിന് ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. പിന്നീട് സിനിമകളിൽ ഇവ സ്ഥിര സാന്നിധ്യമായി മാറി. യുവാവായപ്പോൾ ടർക്കോവ്സ്കി സാഹിത്യത്തിലും തത്വചിന്തയിലും ആഴത്തിൽ മുഴുകി. അദ്ദേഹം ആദ്യം സംഗീതവും അറബിക് ഭാഷയും പഠിക്കാൻ ശ്രമിച്ചു. കുറച്ചു കാലം സൈബീരിയയിലെ ഒരു ഭൂവിജ്ഞാന ഗവേഷണ സംഘത്തോടൊപ്പം ജോലി ചെയ്തു. അവിടുത്തെ പ്രകൃതിയും ഒറ്റപ്പെട്ട ജീവിതവും അദ്ദേഹത്തിന്റെ ചിന്തയെ കൂടുതൽ ആഴപ്പെടുത്തി. ഈ കാലഘട്ടത്തിലാണ് കല മനുഷ്യന്റെ ആത്മാവിനെ സ്പർശിക്കേണ്ടതാണെന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം ശക്തമായത്. ശേഷം അദ്ദേഹം മോസ്കോവിലെ പ്രശസ്തമായ VGIK എന്ന സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അവിടെ പ്രശസ്ത സംവിധായകനായ മിഖായൽ റൂമിന്റെ കീഴിൽ പഠിച്ചു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം ചില ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അവയിൽ ശ്രദ്ധിക്കപ്പെട്ടത് ദ സ്ട്രീം റോളർ ആൻഡ് ദ വിയോലിൻ ആയിരുന്നു. 1962 പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ആദ്യ ഫീച്ചർ ചിത്രം ഇവാൻസ് ചൈൽഡ്ഹുഡ് ലോക ശ്രദ്ധ നേടി. യുദ്ധത്തിന്റെ ഭീകരത ഒരു ബാലന്റെ കണ്ണിലൂടെ കാണിച്ച ഈ ചിത്രം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടി. ഇതോടെയാണ് ടർക്കോവ്സ്കി ലോക സിനിമയിലെ വലിയ ശബ്ദമായി മാറിയത്. രാത്രിയുടെ നടുവിൽ ചതുപ്പ് നിലങ്ങളും തകർന്ന മരങ്ങളും നിറഞ്ഞ യുദ്ധഭൂമിയിലൂടെ ഒരു ചെറുപ്പക്കാരൻ നിശബ്ദമായി ഓടിക്കൊണ്ടിരുന്നു. അവന്റെ പേര് ഇവാൻ. വയസ്സ് 12 മാത്രം. പക്ഷെ കണ്ണുകളിൽ കുട്ടിത്തത്തിന്റെ പ്രകാശമില്ലായിരുന്നു. പകരം യുദ്ധത്തിന്റെ ഇരുട്ടായിരുന്നു. ഒരിക്കൽ ഇവാൻ ഒരു സാധാരണ ബാലനായിരുന്നു. അമ്മയുടെ സ്നേഹവും സഹോദരിയുടെ ചിരിയും പ്രകൃതിയുടെ ശാന്തതയും നിറഞ്ഞ ജീവിതം. എന്നാൽ യുദ്ധം എല്ലാം തകർത്തു കളഞ്ഞു. ജർമ്മൻ സൈന്യം ഗ്രാമം ആക്രമിച്ചപ്പോൾ അവന്റെ കുടുംബം കൊല്ലപ്പെട്ടു. ആ ദിവസത്തോടെ ഇവാൻ ബാലനല്ലാതായി. അവൻ സോവിയറ്റ് സൈന്യത്തിനായി രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന ചാരനായി മാറി. രാത്രികളിൽ നദികൾ കടന്ന് ശത്രുക്കളുടെ പ്രദേശത്തേക്ക് പോകും. ഭയം അവനെ വിട്ടുമാറിയിരുന്നു. ജീവൻ പോലും അവന് വിലപ്പെട്ടതല്ലാതെയായി. ഒരു ദിവസം ചില സൈനിക ഉദ്യോഗസ്ഥർ അവനെ കണ്ടുമുട്ടി. കുട്ടിയായതിനാൽ അവനെ യുദ്ധത്തിൽ നിന്ന് മാറ്റി സ്കൂളിലേക്കോ സുരക്ഷിത സ്ഥലത്തേക്കോ അയക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ ഇവാൻ സമ്മതിച്ചില്ല. എനിക്ക് പ്രതികാരം വേണം, അതായിരുന്നു അവന്റെ മറുപടി. സൈനികർ അവനെ സ്നേഹിച്ചു. അവർക്ക് അവനിൽ നഷ്ടപ്പെട്ട ബാല്യത്തിന്റെ വേദന കാണാമായിരുന്നു. എന്നാൽ ഇവാന്റെ മനസ്സ് ഇതിനകം തന്നെ യുദ്ധം കവർന്നെടുത്തിരുന്നു. അവസാനം മറ്റൊരു രഹസ്യ ദൗത്യത്തിനായി ഇവാൻ വീണ്ടും ശത്രു പ്രദേശത്തേക്ക് പോയി. എന്നാൽ അവൻ തിരികെ വന്നില്ല. യുദ്ധം അവസാനിച്ച ശേഷം സൈനികർ കണ്ടെത്തിയത് ഒരു രേഖ മാത്രമായിരുന്നു. ജർമ്മൻ സൈന്യം തൂക്കിലേറ്റിയ കുട്ടിച്ചാരന്റെ പേര് ഇവാൻ. അവസാന ദൃശ്യത്തിൽ യുദ്ധമില്ലാത്ത ഒരു കടൽ തീരത്ത് ഓടിക്കളിക്കുന്ന സ്വപ്നത്തിലെ ബാലനായി ഇവാൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. യുദ്ധം കൊന്നൊടുക്കിയ ബാല്യത്തിന്റെ ഒരു നിഴലായി. ടർക്കോവ്സ്കിയുടെ മറ്റൊരു മനോഹര ചിത്രമാണ് ആൻഡ്രേ റുബ്ലവ്. ചിത്രം 1966 പൂർത്തിയായത്. എന്നാൽ സോവിയറ്റ് സർക്കാരിന്റെ സെൻസർഷിപ്പ് പ്രശ്നങ്ങൾ കാരണം ചിത്രം വ്യാപകമായി റിലീസ് ചെയ്യപ്പെട്ടില്ല. പിന്നീട് 1969 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയനിൽ പൊതുവായ റിലീസ് ലഭിച്ചത് 1971 15ാം നൂറ്റാണ്ടിലെ റഷ്യൻ ഐക്കൺ ചിത്രകാരനായ ആൻഡ്രേ റുബ്ലവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഈ ചിത്രം കല, വിശ്വാസം, മനുഷ്യവേദന, ആത്മീയത എന്നിവയെ വളരെ ആഴത്തിൽ അവതരിപ്പിക്കുന്നു. മധ്യകാല റഷ്യയാണ് കഥാപരിസരം.
യുദ്ധവും പട്ടിണിയും മതഭീതിയും നിറഞ്ഞ കാലം. ആ കലഹഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു സന്യാസിയും ചിത്രകാരനുമായ ആൻഡ്രേ റുബ്ലെവ്. ദൈവത്തിന്റെ ചിത്രങ്ങൾ വരച്ച് മനുഷ്യർക്ക് പ്രത്യാശ നൽകുക എന്നതായിരുന്നു അവന്റെ ജീവിതം. എന്നാൽ ചുറ്റും കാണുന്നത് ക്രൂരത മാത്രം. ഗ്രാമങ്ങൾ കത്തിക്കരിഞ്ഞു, സൈനികർ ജനങ്ങളെ കൊന്നു, പരസ്പരം മനുഷ്യർ വഞ്ചിച്ചു. ഒരു ദിവസം ഒരു ഉത്സവത്തിൽ നഗ്നരായി നൃത്തം ചെയ്യുന്ന ഗ്രാമക്കാരെ അദ്ദേഹം കാണുന്നു. മത നിയമങ്ങൾ ലംഘിച്ചുവെന്ന് പറഞ്ഞ് സൈനികർ അവരെ പിടിച്ചുകൊണ്ടുപോകുന്നു. റുബ്ലെവിന്റെ മനസ്സിൽ സംശയങ്ങൾ വളരുന്നു. മനുഷ്യരുടെ സന്തോഷം പോലും പാപമാണോ? കാലം കടന്നു പോകുന്നു. യുദ്ധം കൂടുതൽ ഭീകരമാകുന്നു. ഒരു ദേവാലയത്തിനെതിരെ ആക്രമണം നടക്കുമ്പോൾ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്നത് റുബ്ലെവ് കാണുന്നു. ഒരു സ്ത്രീയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹം ഒരാളെ കൊന്നുകളയുന്നു. ആ നിമിഷം അദ്ദേഹത്തിന്റെ ആത്മാവ് തകരുന്നു. ഇനി ഞാൻ ചിത്രങ്ങൾ വരയ്ക്കില്ല, സംസാരിക്കുകയുമില്ല എന്ന് തീരുമാനിച്ച് അദ്ദേഹം മൗനത്തിലേക്ക് കടക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹം കാണുന്നു, ബോറിസ്ക. രാജകുമാരൻ ആ ഗ്രാമത്തിൽ ഒരു പള്ളിമണി നിർമ്മിക്കാനുള്ള ആളെ അന്വേഷിക്കുമ്പോൾ മരിച്ചുപോയ തന്റെ പിതാവിന്റെ അടുത്തു നിന്ന് പള്ളിമണി നിർമ്മിക്കാനുള്ള രഹസ്യം അറിഞ്ഞിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് വലിയ പള്ളിമണി നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ബാലൻ. എല്ലാവരും സംശയത്തോടെ നോക്കുമ്പോഴും ബാലൻ ആ ജോലിയിൽ മുഴുകി പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ അവന് ആ രഹസ്യമൊന്നും അറിയുമായിരുന്നില്ല. അവന്റെ ആത്മവിശ്വാസവും ധൈര്യവും മൂലം അവൻ ഏറ്റെടുത്തതാണത്. പള്ളിമണി യഥാർത്ഥത്തിൽ മുഴങ്ങുമോ എന്നുള്ള ആശങ്കകൾ കൊണ്ട് അവൻ മാനസിക സംഘർഷത്തിലായിരുന്നു. അവസാനം മണി മുഴങ്ങുന്നു. ആ ശബ്ദം കേട്ട് ബോറിസ്ക കരഞ്ഞു വീഴുന്നു. എനിക്ക് യഥാർത്ഥ രഹസ്യം അറിയില്ലായിരുന്നു, ഞാൻ ഭയന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് എന്ന് അവൻ റുബ്ലെവിനോട് സമ്മതിക്കുന്നു. ആ നിമിഷം റുബ്ലെവ് മനസ്സിലാക്കുന്നു, ഭയവും വേദനയും ഉള്ളപ്പോഴും മനുഷ്യൻ സൃഷ്ടികൾ നടത്തിക്കൊണ്ടിരിക്കണം. അതാണ് ജീവിതത്തിന്റെ അർത്ഥം. അദ്ദേഹം വീണ്ടും ചിത്രരചനയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. അവസാന രംഗങ്ങളിൽ മഴയിൽ നിൽക്കുന്ന കുതിരകളുടെ ദൃശ്യം പ്രത്യക്ഷപ്പെടുന്നു. നശീകരണത്തിനിടയിലും ജീവൻ മുന്നോട്ടു പോകുന്നുവെന്ന പ്രതീകമായി. ആൻഡ്രേ റുബ്ലെവ് എന്ന വിജയ ചിത്രത്തിന് ശേഷം ടർക്കോവ്സ്കിയുടെ ഏറ്റവും പ്രശസ്തവും ലോക ശ്രദ്ധ നേടിയതുമായ ചിത്രം സോളാരിസ് ആയിരുന്നു. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയായിരുന്നുവെങ്കിലും സാധാരണ ബഹിരാകാശ സാഹസിക സിനിമയല്ല. മനുഷ്യന്റെ ഓർമ്മകൾ, കുറ്റബോധം, സ്നേഹം, ഏകാന്തത എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള തത്വചിന്തയായാണ് ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. മഴ പെയ്യുന്ന ഒരു പ്രഭാതം. നിശബ്ദനായി നടക്കുകയായിരുന്നു മനഃശാസ്ത്രജ്ഞനായ ക്രിസ് കെൽവിൻ. ഉടൻ തന്നെ അവൻ ദൂരെയുള്ള ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പോകാനിരിക്കുകയാണ്. കാരണം സോളാരിസ് എന്ന വിചിത്ര ഗ്രഹത്തെ പഠിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രജ്ഞരെല്ലാവരും മാനസികമായി തകർന്നിരിക്കുകയാണ്. ക്രിസ് ബഹിരാകാശ നിലയത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു അസ്വാഭാവിക നിശബ്ദതയാണ്. ഇടനാഴികൾ ശൂന്യം. ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ളവർ ഭയത്തിലും ആശയക്കുഴപ്പത്തിലും ജീവിക്കുന്നു. അവൻ ഉടൻ ഒരു അതിശയകരമായ കാര്യം മനസ്സിലാക്കുന്നു. സോളാരിസ് എന്ന ഗ്രഹം മനുഷ്യരുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഓർമ്മകളെ ജീവനുള്ള രൂപങ്ങളാക്കി പുറത്തു കൊണ്ടുവരുന്നു. ആ രാത്രി ക്രിസ് തന്റെ മുറിയിൽ ഉണരുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നു. അത് ഹാരിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്ത അവന്റെ ഭാര്യ. ക്രിസ് ഭയന്നു പോകുന്നു. ഇത് യഥാർത്ഥ ഹാരിയല്ല എന്ന് അവൻ മനസ്സിലാക്കുന്നു. പക്ഷെ അവൾക്ക് വികാരങ്ങളുണ്ട്, സ്നേഹമുണ്ട്, വേദനയുണ്ട്. അവൾക്ക് തന്റെ മരണത്തെക്കുറിച്ച് പോലും വ്യക്തമായി അറിയില്ല. ആദ്യം ക്രിസ് അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കൽ അവളെ ഒരു രക്ഷാപേടകത്തിൽ കയറ്റി ബഹിരാകാശത്തിലെ ഒരു ഇരുണ്ട കോണിലേക്ക് അയക്കുക കൂടി ചെയ്യുന്നു. പക്ഷെ അടുത്ത ദിവസം ഹാരി വീണ്ടും അവന്റെ മുറിയിൽ പ്രത്യക്ഷപ്പെടുന്നു. ക്രമേണ ക്രിസിന്റെ മനസ്സിൽ മാറ്റങ്ങൾ വരുന്നു. അവൻ തിരിച്ചറിയുന്നു താൻ യഥാർത്ഥത്തിൽ നേരിടുന്നത് ഒരു ഗ്രഹമല്ല, സ്വന്തം കുറ്റബോധത്തെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയെ അവൻ ശരിയായി സ്നേഹിച്ചിരുന്നില്ല. അവളുടെ ഏകാന്തതയും വേദനയും മനസ്സിലാക്കിയിരുന്നുമില്ല. ഇപ്പോൾ ഓർമ്മകളുടെ രൂപത്തിൽ അവൾ വീണ്ടും തിരികെ വന്നിരിക്കുന്നു. ഹാരിക്കും തന്റെ അസ്തിത്വത്തെ കുറിച്ച് സംശയം തുടങ്ങുകയാണ്. ഞാൻ ശരിക്കും മനുഷ്യ സ്ത്രീ തന്നെയാണോ, അതോ ക്രിസിന്റെ ഓർമ്മ മാത്രമാണോ? അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അവസാനം ക്രിസിനെ കൂടുതൽ വേദനിപ്പിക്കാതിരിക്കാൻ ഹാരി സ്വയം ഇല്ലാതാകാൻ തീരുമാനമെടുക്കുന്നു. ബഹിരാകാശ നിലയം കൂടുതൽ തകരുന്നു. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സോളാരിസിന്റെ മുന്നിൽ എല്ലാവരും ചെറുതായി പോകുന്നു. അവസാനം ക്രിസ് ഭൂമിയിലേക്ക് മടങ്ങിയെന്ന് തോന്നുന്നു. മഴ പെയ്യുന്ന വീട്ടിലേക്ക് അവൻ നടന്നു കയറുന്നു. അച്ഛന്റെ മുന്നിൽ മുട്ടുകുത്തുന്നു. പക്ഷെ ക്യാമറ പതുക്കെ പിന്നോട്ട് പോകുമ്പോൾ സത്യം വെളിപ്പെടുന്നു. ആ വീടും ആ ദ്വീപും ഇപ്പോഴും സോളാരിസ് ഗ്രഹത്തിന്റെ നടുവിലാണ്. ക്രിസ് യാഥാർത്ഥ്യത്തിലാണോ, ഓർമ്മയിലാണോ, സ്വപ്നത്തിലാണോ ജീവിക്കുന്നത് എന്ന്
വ്യക്തമല്ലാത്ത അവസ്ഥയിലാണ് ചിത്രം അവസാനിക്കുന്നത്. സൊളാരിസ് എന്ന ചിത്രത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെട്ടതും അദ്ദേഹത്തിന്റെ കരിയറിലെ പ്രധാന ചിത്രങ്ങളിൽ ഒന്നുമായി കണക്കാക്കപ്പെടുന്നതുമായി സാധാരണയായി സ്റ്റോക്കർ എന്ന ചിത്രമാണെന്ന് പറയാറുണ്ട്. 1979 പുറത്തിറങ്ങിയ ഈ ചിത്രം സോവിയറ്റ് സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കുകളിൽ ഒന്നായി മാറി. ഒരു രഹസ്യ പ്രദേശമായ സോണിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന സ്റ്റോക്കർ എന്ന ഗൈഡിനെയും അവനോടൊപ്പം പോകുന്ന ഒരു എഴുത്തുകാരനെയും ശാസ്ത്രജ്ഞനെയും ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നേറുന്നത്. മഴ കൊണ്ട് നനഞ്ഞ് കിടക്കുന്ന ചാര നിറമുള്ള ഒരു നഗരത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു സ്റ്റോക്കർ. സർക്കാർ വിലക്കിയ ഒരു രഹസ്യ പ്രദേശത്തേക്കുള്ള വഴികൾ അറിയാവുന്ന ഒരേ ഒരു മനുഷ്യൻ. ആ പ്രദേശത്തെ എല്ലാവരും സോൺ എന്ന് വിളിച്ചു. സോണിന്റെ ഉള്ളിൽ മനുഷ്യന്റെ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹം സഫലമാക്കുന്ന ഒരു മുറി ഉണ്ടെന്നാണ് വിശ്വാസം. പക്ഷെ അവിടേക്ക് പോകുന്ന വഴി അപകടകരമായിരുന്നു. വഴികൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും. നേരെ നടക്കുന്നത് പോലും മരണത്തിലേക്ക് നയിക്കാം. ഒരു ദിവസം പ്രശസ്തിയില്ലാതെ മടുത്ത ഒരു എഴുത്തുകാരനും മനുഷ്യരെ കുറിച്ച് സംശയങ്ങളുള്ള ഒരു ശാസ്ത്രജ്ഞനും സ്റ്റോക്കറിനെ സമീപിച്ചു. ആ മുറിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകൂ, അവർ പറഞ്ഞു. സ്റ്റോക്കർ അവരെ റെയിൽ പാതകൾ കടന്നും ഉപേക്ഷിക്കപ്പെട്ട ഫാക്ടറികൾക്കരികിൽ കൂടിയും സോണിലേക്ക് കൊണ്ടുപോയി. അവിടെ കാറ്റിനും വെള്ളത്തിനും പോലും അസ്വാഭാവികമായ ഒരു നിശബ്ദത ഉണ്ടായിരുന്നു. സ്റ്റോക്കർ ഇടയ്ക്കിടെ നട്ട് ബോൾട്ട് കെട്ടിയ തുണിത്തുണ്ടുകൾ എറിഞ്ഞ് വഴി പരിശോധിച്ചു. കാരണം സോൺ മനുഷ്യന്റെ മനസ്സ് വായിക്കുമെന്നാണ് അവൻ വിശ്വസിച്ചത്. യാത്ര നീളുമ്പോൾ 3 പേരുടെയും ഉള്ളിലെ ഭയങ്ങൾ പുറത്തു വന്നു. എഴുത്തുകാരന് തന്റെ കഴിവ് നഷ്ടപ്പെട്ടെന്ന പേടി, ശാസ്ത്രജ്ഞന് മനുഷ്യർ ആ മുറിയുടെ ശക്തി ദുരുപയോഗം ചെയ്യുമോ എന്ന ഭയം. സ്റ്റോക്കറിന് മാത്രം സോൺ ഒരു വിശുദ്ധ സ്ഥലമായിരുന്നു. അവസാനം അവർ ആ മുറിയുടെ വാതിലിന് മുന്നിലെത്തി. പക്ഷെ ആരും അകത്ത് കടന്നില്ല. കാരണം ആ മുറി മനുഷ്യൻ വാഗൊണ്ട് പറയുന്ന ആഗ്രഹമല്ല, മറിച്ച് ഹൃദയത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള സത്യമായ ആഗ്രഹമാണ് നിറവേറ്റുക എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. സ്വന്തം ഉള്ളിന്റെ യഥാർത്ഥ രൂപത്തെ നേരിടാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. അവർ മടങ്ങിപ്പോയി. എന്നാൽ സ്റ്റോക്കർ തകർന്ന മനസ്സോടെ വീട്ടിലെത്തി. മനുഷ്യർ വിശ്വാസം നഷ്ടപ്പെടുത്തി കഴിഞ്ഞുവെന്ന് അവൻ കരുതി. അവസാനത്തിൽ സ്റ്റോക്കറിന്റെ ചെറുമകൾ മേശപ്പുറത്തിരുന്ന ഗ്ലാസുകൾ കൈ തൊടാതെ തെന്നി നീക്കുന്നത് കാണിക്കുന്നു. ലോകത്തിൽ ഇപ്പോഴും ഒരു തരം അത്ഭുതം ബാക്കിയുണ്ടോ എന്ന ചോദ്യത്തോടെയാണ് സിനിമ അവസാനിക്കുന്നത്. ലോകം ഇപ്പോഴും പൂർണ്ണമായി മരിച്ചിട്ടില്ല. മനുഷ്യനിൽ ഇപ്പോഴും അത്ഭുതത്തിന്റെയും പ്രത്യാശയുടെയും ചെറിയ ഒരു പ്രകാശം ബാക്കിയുണ്ടാകാം എന്ന പ്രതീകമായി പലരും അതിനെ കാണുന്നു. ടാർക്കോവ്സ്കി പറയുന്നത് മനുഷ്യൻ പുറത്തുള്ള ലോകം കീഴടക്കിയെങ്കിലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്നതാണ്. സിനിമയിലെ എഴുത്തുകാരനും ശാസ്ത്രജ്ഞനും ബുദ്ധിയും വിജ്ഞാനവും ഉള്ളവരാണ്. പക്ഷെ അവർക്ക് ആത്മശാന്തിയില്ല. അവർ സംശയത്തിലും ഭയത്തിലും ശൂന്യതയിലും ജീവിക്കുന്നു. സ്റ്റോക്കറിന് മാത്രം വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവൻ സോണിനെ പവിത്രമായതുപോലെ കാണുന്നത്. എന്നാൽ ലോകം വിശ്വാസം നഷ്ടപ്പെടുത്തിയതിൽ അവൻ വേദനിക്കുന്നു. സിനിമയുടെ അവസാനത്തിൽ അവൻ കരയുന്നത് പോലെയുള്ള അവസ്ഥയിലാണ് എത്തുന്നത്. മനുഷ്യർ ആത്മീയത മനസ്സിലാക്കുന്നില്ല എന്ന നിരാശ കൊണ്ടാണത്. ഈ സിനിമയുടെ ആത്മീയത മതപ്രചാരണമല്ല, മറിച്ച് മനുഷ്യന്റെ ഉള്ളിലെ സത്യം അന്വേഷിക്കൽ, പ്രത്യാശ നഷ്ടപ്പെട്ട ലോകത്തിൽ വിശ്വാസം തേടൽ, ആത്മാവിന്റെ ശൂന്യത തിരിച്ചറിയൽ, ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന ചോദ്യമുയർത്തൽ, അങ്ങനെ പലതുമാണ്. 1986 പുറത്തിറങ്ങിയ ദ സാക്രിഫൈസ് എന്ന സിനിമ ടാർക്കോവ്സ്കിയുടെ ഏറ്റവും ദാർശനിക സിനിമയായി കണക്കാക്കപ്പെടുന്നു. ഇത് ടാർക്കോവ്സ്കിയുടെ അവസാന സിനിമയുമായിരുന്നു. ആണവ യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ വിശ്വാസം, ത്യാഗം, ആത്മീയ രക്ഷ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്ന ചിത്രമാണ് ദ സാക്രിഫൈസ്. ടാർക്കോവ്സ്കി മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ചിത്രം പുറത്തിറങ്ങിയത്. സിനിമ ഒരു കടൽത്തീര ദ്വീപിലെ ശാന്തമായ വീട്ടിൽ തുടങ്ങുന്നു. അവിടെ താമസിച്ചിരുന്നത് അലക്സാണ്ടർ എന്ന മുൻ നടനും ബുദ്ധിജീവിയുമായ ഒരാളായിരുന്നു. ലോകത്തെക്കുറിച്ചും മനുഷ്യരുടെ ശൂന്യതയെക്കുറിച്ചും അദ്ദേഹം നിരന്തരം ചിന്തിക്കാറുണ്ടായിരുന്നു. ജന്മദിനമായ ആ ദിവസം ഭാര്യയും മകനും സുഹൃത്തുക്കളും ഒത്തുകൂടിയിരുന്നു. അലക്സാണ്ടർ തന്റെ ചെറിയ മകനോടൊപ്പം ഒരു ഉണങ്ങിയ മരത്തെ നട്ടു. പ്രതിദിനം വെള്ളം കൊടുത്താൽ ഒരു ദിവസം ഇത് വീണ്ടും പച്ചയായി വളരുമെന്ന് അവൻ പറഞ്ഞു. പ്രത്യാശയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശ്വാസ കഥ പോലെ. അപ്പോൾ പെട്ടെന്ന് ലോകം മാറി. ടെലിവിഷനിലും റേഡിയോയിലും ഭയാനകമായ വാർത്തകൾ മുഴങ്ങി. ആണവ യുദ്ധം തുടങ്ങി. നഗരങ്ങൾ നശിക്കാനിരിക്കുകയാണ്. മനുഷ്യരാശിയുടെ അന്ത്യം അടുത്തിരിക്കുന്നു. വീട് മുഴുവൻ ഭയത്തിലും നിലവിളിയിലും മുഴങ്ങി. എന്നാൽ അലക്സാണ്ടർ ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഈ ദുരന്തം അവസാനിപ്പിച്ചാൽ ഞാൻ എന്റെ ജീവിതത്തിലെ എല്ലാം ഉപേക്ഷിക്കും. എന്റെ വീടും കുടുംബവും സംസാരശേഷിയും എല്ലാം ഞാൻ ത്യജിക്കും. അവന്റെ സുഹൃത്ത് ഓട്ടോ ഒരു വിചിത്ര ഉപദേശം നൽകി.
മരിയ എന്ന സ്ത്രീയുടെ അടുത്തേക്ക് പോവുക, അവൾക്ക് അത്ഭുത ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. ആ രാത്രി അലക്സാണ്ടർ മരിയയുടെ വീട്ടിലെത്തി. ഇരുവരും നിശബ്ദതയിൽ ചേർന്ന് കിടന്നു. അത് യാഥാർത്ഥ്യമോ സ്വപ്നമോ എന്ന് പോലും വ്യക്തമല്ലാത്ത ഒരു അത്ഭുത നിമിഷമായിരുന്നു. അടുത്ത ദിവസം രാവിലെ ലോകം സാധാരണ നിലയിലായിരുന്നു. യുദ്ധമില്ല, എല്ലാം വീണ്ടും ശാന്തം. ഇന്നലെ സംഭവിച്ചതെല്ലാം സ്വപ്നമായിരുന്നോ എന്ന് പോലും തോന്നുന്ന വിധം. പക്ഷെ അലക്സാണ്ടർ തന്റെ വാക്ക് മറന്നില്ല. അവൻ സ്വന്തം വീടിന് തീ വെച്ചു. കുടുംബം ഞെട്ടി നോക്കി നിൽക്കുമ്പോൾ ജ്വാലകൾ ആ വീടിനെ മുഴുവനായി വിഴുകി. അലക്സാണ്ടറെ ആളുകൾ ഭ്രാന്തനായി കരുതി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവസാനത്തിൽ സംസാരിക്കാത്ത ചെറിയ മകൻ ആ ഉണങ്ങിയ മരത്തിന് വെള്ളം കൊടുക്കുന്നു. പിന്നെ അവൻ ആകാശത്തോട്ട് നോക്കി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആദിയിൽ വാക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പ അത് എന്താണ്? അവിടെ സിനിമ അവസാനിക്കുന്നു. നാശത്തിനിടയിലും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ഒരു ചെറു ശബ്ദം മാത്രം ബാക്കിയാകുന്നു. സിനിമയിലെ ആണവ യുദ്ധഭീതി വെറും രാഷ്ട്രീയ ദുരന്തമല്ല, മനുഷ്യന്റെ ആത്മീയ തകർച്ചയുടെ പ്രതീകമാണ്. ശാസ്ത്രത്തിലും സാങ്കേതിക പുരോഗതിയിലും മനുഷ്യൻ മുന്നേറിയെങ്കിലും സ്നേഹവും വിശ്വാസവും ആത്മീയതയും നഷ്ടപ്പെട്ടു എന്നാണ് ടാർക്കോവ്സ്കിയുടെ ദർശനം. അലക്സാണ്ടർ എന്ന കഥാപാത്രം ആദ്യ ബുദ്ധിജീവിയാണ്. അദ്ദേഹം ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ചിന്തിക്കുന്നു, വിശകലനം ചെയ്യുന്നു. പക്ഷെ യുദ്ധഭീഷണി വന്ന നിമിഷം ബുദ്ധിക്കും തർക്കത്തിനും പരിധിയുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സിനിമയുടെ ആത്മീയ കേന്ദ്രം ത്യാഗം തന്നെയാണ്. അലക്സാണ്ടർ പറയുന്നു, ലോകം രക്ഷിക്കപ്പെടുമെങ്കിൽ ഞാൻ എന്റെ എല്ലാം ഉപേക്ഷിക്കും. ഇത് വെറും വ്യക്തിപരമായ വാഗ്ദാനമല്ല, മനുഷ്യന്റെ അഹങ്കാരം തകർക്കേണ്ടതിന്റെ പ്രതീകമാണ്. ടാർക്കോവ്സ്കി യഥാർത്ഥ ആത്മീയത എന്നത് സ്വയം വിട്ടുകൊടുക്കൽ, അഹങ്കാരം ഉപേക്ഷിക്കൽ, സ്നേഹത്തിനായി ജീവിക്കൽ, അല്ലെങ്കിൽ ദൈവത്തോടോ അതിജീവനാർത്ഥത്തോടോ വീണ്ടും ബന്ധപ്പെടൽ, ഇവയെല്ലാമാണ്. സിനിമയിലെ മരിയ എന്ന സ്ത്രീയെ ചിലർ ദൈവകൃപയുടെ പ്രതീകമായി കാണുന്നു. അവളോടൊപ്പമുള്ള രാത്രി യാഥാർത്ഥ്യമോ അത്ഭുതമോ എന്ന് വ്യക്തമല്ല. പക്ഷെ അതിനുശേഷം ലോകം രക്ഷിക്കപ്പെടുന്നു. അതിനാൽ സ്നേഹവും വിശ്വാസവും മനുഷ്യനെ വീണ്ടെടുക്കുന്ന ശക്തികളായി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. വീട് കത്തിക്കുന്ന ആ രംഗം അത് ഏറ്റവും വലിയ ദാർശനിക പ്രതീകമാണ്. ആ വീട് അലക്സാണ്ടറിന്റെ പഴയ ജീവിതവും സ്വാർത്ഥതയും സുരക്ഷിതത്വവുമാണ് കാണിക്കുന്നത്. അത് കത്തി നശിപ്പിക്കുന്നത് ഒരു ആത്മീയ ശുദ്ധീകരണമായി തന്നെ കാണേണ്ടി വരും. അവസാനത്തിലെ ഉണങ്ങിയ മരം സിനിമയുടെ പ്രധാന ആത്മീയ ചിഹ്നമാണ്. വെള്ളം കൊടുക്കുന്ന കുട്ടി പ്രത്യാശയുടെ പ്രതീകവും മരിച്ചുപോയ ലോകത്തും വീണ്ടും ജീവൻ മുളയ്ക്കാമെന്ന വിശ്വാസവുമാണ്. മനുഷ്യനെ രക്ഷിക്കുന്നത് ശക്തിയോ ബുദ്ധിയോ അല്ല, വിശ്വാസം, സ്നേഹം, ത്യാഗം എന്നിവ തന്നെയാണ് എന്ന ആ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിക്കൊണ്ട് അവസാനിക്കുന്ന ഒരു മനോഹര ചിത്രം. സിനിമ ഇറങ്ങിയ അതേ വർഷം തന്നെ അദ്ദേഹം 1986 ഡിസംബർ 29 പാരീസിൽ അന്തരിച്ചു. മരണസമയത്ത് അദ്ദേഹത്തിന് 54 വയസ്സായിരുന്നു. ശ്വാസകോശ ക്യാൻസർ ആയിരുന്നു മരണകാരണമെന്ന് പൊതുവെ പറയപ്പെടുന്നു. ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം രാജ്യമായ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഔദ്യോഗിക അംഗീകാരങ്ങൾ വളരെ കുറവായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സിനിമകൾ പലപ്പോഴും സോവിയറ്റ് ഭരണകൂടത്തിന് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നു. കാരണം അവ അത്യന്തം ആത്മീയവും സ്വതന്ത്ര ചിന്തയുള്ളവയുമായിരുന്നു. ടാർക്കോവ്സ്കിയെ ഇഗ്മാർ ബെർഗ്മാൻ, അക്കിര കുറസോവ പോലുള്ള മഹാന്മാരുടെ നിരയിലാണ് ചലച്ചിത്ര ലോകം കണക്കാക്കുന്നത്. ബെർഗ്മാൻ ഒരിക്കൽ ടാർക്കോവ്സ്കിയെ സിനിമ ഡിസ്കവേർഡ് എ ന്യൂ ലാംഗ്വേജ് ത്രൂ ഹിം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അകാലത്തിൽ പൊലിഞ്ഞ ആ അനധിസാധാരണ പ്രതിഭയ്ക്ക് മുന്നിൽ അഭിവാദ്യങ്ങൾ.